അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ഗെസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൂട്ടുകാർക്ക് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രസംഗമായിട്ടാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൂട്ടുകാരുടെ ഫോണിൽ യഥാസമയം ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിച്ചു വരുന്ന ദിവസം. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വരുത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് നാം പരിസ്ഥിതി ദിനം ആചരിച്ചു വരുന്നത്. 1974 മുതൽ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ഈ ദിനാചരണം ആരംഭിച്ചു തുടങ്ങിയത്. ആവാസ വ്യവസ്ഥയ്ക്ക് ഏറെ കരുതൽ നൽകേണ്ട കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. കാരണം ആഗോളതാപനം, ജനസംഖ്യ, മലിനീകരണം, സുസ്ഥിര ഉപഭോഗം, വന്യജീവികളുടെ സംരക്ഷണം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രവചനാതീതമായി ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഈ വർഷം 2024 പ്രധാന പരിസ്ഥിതി ദിന പ്രമേയമായി ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ചാ പ്രതിരോധം എന്ന ആശയം ഉടലെടുത്തതും. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരം പ്രകൃതി തന്നെയാണ്. എന്നാൽ അവയെക്കുറിച്ച് യാതൊന്നും ചിന്തിക്കാതെ മനുഷ്യൻ ചെയ്യുന്ന അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ പ്രകൃതിയെ മാത്രമല്ല അവൻ്റെ തന്നെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ദിവസേന അന്തരീക്ഷത്തിലെത്തുന്ന കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബണുകൾ തുടങ്ങിയ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവ ഓസോൺ പാളിയുടെ വിള്ളലിന് കാരണമാവുകയും അതുമൂലം ആഗോളതാപനം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക. അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥ സ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. മനുഷ്യൻ്റെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നതിന് വിദ്യാർത്ഥികളുടെ പങ്ക് വലുതാണ്. ആയതുകൊണ്ട് തന്നെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, പോസ്റ്റർ, പ്രചാരണങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെ നടത്താവുന്ന എല്ലാ പരിപാടികളിലും നമുക്ക് നമ്മുടേതായ പങ്ക് വഹിക്കാൻ കഴിയും. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ കൂട്ടുകാരുടെ നിർദ്ദേശപ്രകാരം ടെക്സ് ആൻഡ് ഗെസ് യൂട്യൂബ് ചാനൽ ഒരു ക്വിസ് മത്സരം കൊണ്ട് എത്തിയിട്ടുണ്ട് ട്ടാ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജൂൺ 6 രാത്രി 7 മണിക്കായിരിക്കും മത്സര ചോദ്യങ്ങൾ ലഭിക്കുക. മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് സമ്മാനവും ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കുന്നതാണ്. ടെക്സ് ആൻഡ് ഗെസ് അപ്ലോഡ് ചെയ്യുന്ന പരിസ്ഥിതി ദിന ക്വിസ് വീഡിയോയിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും ക്വിസ് മത്സരത്തിന് ഉണ്ടായിരിക്കുക. ആകെ 15 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതം. മത്സരം ഗൂഗിൾ ഫോം വഴിയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടുകാർക്കായിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇൻസ്റ്റഗ്രാം ID നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ തിരിച്ച് ഫോളോ ചെയ്യുന്നതായിരിക്കും. മത്സരത്തിൻ്റെ ലിങ്ക് കൂട്ടുകാർക്ക് ലഭിക്കുന്നത് ഇപ്രകാരമാണ്. ജൂൺ 6 രാത്രി 7 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന അവസാനത്തെ പരിസ്ഥിതി ദിന ക്വിസ് വീഡിയോയിലായിരിക്കും ലിങ്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉറപ്പായിട്ടും മത്സരത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ജയിക്കുക തോൽക്കുക എന്നതിലല്ല, പങ്കെടുക്കലാണ് മുഖ്യം. നമ്മളെപ്പോഴും പറയുന്നത് പോലെ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ
ഐ ആം റെഡി ടെക്സ് ആൻഡ് ക്വിസ് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ഒരു ഹേർട്ട് ഇമോജിയും ഒരു ഫയർ ഇമോജിയും കമൻറ്റ് ചെയ്യുക.